പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. കരുണാമയനായ ഞങ്ങളുടെ കർത്താവേ, ഈ ധ്യാന സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്പുരാനെ അവിടുന്ന് തുറന്നു നൽകണമേ. നിന്റെ വചനം ഞങ്ങളിലേക്ക് ഇറങ്ങി വസിക്കട്ടെ. ഞങ്ങളുടെ ബലഹീനതകളെ നീ ഏറ്റെടുത്ത ആ ദൈവ സ്നേഹത്തിൻ്റെ രഹസ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവജനമേ, ഇന്ന് ദൈവകൃപയാൽ നാം ഒരുമിച്ച് ധ്യാനിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യമാണ്. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, മനുഷ്യന്റെ ബലഹീനത, പ്രിയ സഹോദരങ്ങളെ, മനുഷ്യ ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നമ്മളെല്ലാവരും ബലഹീനരാണ്. ശാരീരിക ബലഹീനതകൾ, മാനസിക ക്ഷീണം, ആത്മീയ ശൂന്യത. നമ്മൾ പലപ്പോഴും ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ വേദനകൾ, എന്തുകൊണ്ട് ഈ രോഗം? പക്ഷേ ഇന്നത്തെ ഈ വചനം നമ്മോട് പറയുന്നത് വളരെ ഗൗരവമുള്ള ഒരു സത്യത്തെ നമ്മോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ ബലഹീനതയിൽ നാം ഒറ്റയ്ക്കല്ല പ്രിയ ദൈവമക്കളെ. നമ്മുടെ ബലഹീനതയിൽ നാം ഒറ്റയ്ക്കല്ല. നമുക്കൊപ്പം ഇവിടെ ഏതവസ്ഥയിലും യേശു ക്രിസ്തുവിൻ്റെ പങ്കാളിത്തമുണ്ട്. യേശു ക്രിസ്തു ദൈവമാണ്, എന്നാൽ അവൻ മനുഷ്യനായി പിറവിയെടുത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ദൂരത്തു നിന്ന് നോക്കി കാണുകയല്ല ചെയ്തത്. അവൻ നമ്മുടെ വേദനകൾക്കിടയിൽ നമ്മിലേക്ക് കടന്നു വന്ന് നമ്മളിൽ ഒരുവനായി തീർന്ന ഒരനുഭവം. അവൻ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, നമ്മുടെ ബലഹീനതകളും അവൻ ഏറ്റെടുത്തു. അവൻ ക്ഷീണിച്ചു. വേദനകളുടെ അതിപ്രസരണത്താൽ അവൻ കരഞ്ഞു. കുന്തം കൊണ്ട് തൻ്റെ വിലാപ്പുറത്ത് കുത്തിക്കീറുമ്പോൾ പോലും, രക്തവും വെള്ളവും വാർന്നൊഴുകുമ്പോൾ പോലും തൻ്റെ ഏകജാതനായ മകനെ അവൻ നമുക്കിടയിൽ നമുക്കായി പിതാവാം ദൈവം നൽകുകയാണുണ്ടായത്. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ എൻ്റെയും നിന്റെയും ഈ വേദനയുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യേ അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ച് നമ്മുടെ ബലഹീനതകളെ അവൻ ഏറ്റെടുക്കും. നമ്മുടെ വ്യാധികളെ അവൻ ചുമക്കും. പ്രിയ ദൈവമക്കളെ, നിന്നെ സഹായിക്കുവാൻ, നിനക്ക് വേണ്ടി കരങ്ങൾ നീട്ടുവാൻ അവൻ വരും. പ്രിയ ദൈവമക്കളെ, അവൻ്റെ കരങ്ങൾ ഉരുകിപ്പോയിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ പങ്കാളിത്തമുള്ള ഒരു സ്നേഹമാണ്. ഈ തിരുവചനത്തിൽ നാം കാണുന്ന വ്യാധികളെ ചുമന്നു എന്നതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്നറിയാമോ? ഇവിടെ വ്യാധി എന്നത്, ഈ വ്യാധി എന്ന വാക്ക് പ്രതിപാദിക്കുന്നത് ശാരീരികമായ രോഗങ്ങൾ മാത്രമല്ല. അതുൾപ്പെടുന്നത് ഭയം, വിഷാദം, ഏകാന്തത, പാപത്തിൻ്റെ ഭാരങ്ങൾ. യേശു ക്രിസ്തു ഇവയെല്ലാം തൻ്റെ മേലെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ തകർന്നാലും, നമ്മൾ പ്രത്യാശ നഷ്ടപ്പെട്ടാലും ക്രിസ്തുവിൽ നമുക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാം. പ്രിയ ദൈവമക്കളെ, ഇവിടെയാണ് നാം ക്രൂശിന്റെ രഹസ്യം മനസ്സിലാക്കേണ്ടത്. ക്രൂശ് ഒരു തോൽവിയല്ല, അതൊരു വിജയം തന്നെയാണ്. ക്രൂശ് നമ്മോട് വിളിച്ചു പറയുന്ന ഒരു വലിയ സത്യമുണ്ട്. വേദനയ്ക്ക് ഒരർത്ഥമുണ്ട്. ദൈവം അതുപയോഗിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം എങ്ങനെ പ്രായോഗികമാക്കാം എന്നത് ചോദിച്ചാൽ, നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ കഷ്ടങ്ങളിൽ, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നാം എന്തു ചെയ്യണമെന്നറിയാമോ? ദൈവം നമ്മെ നടത്തിയ വഴികളെ നാം ഒരിക്കലും മറന്നു പോകരുത്. പ്രിയ ദൈവമക്കളെ, നിഷേധിക്കരുത്. എല്ലാം
ക്രിസ്തുവിന് സമർപ്പിക്കുക. നിന്റെ വേദനയും നിന്റെ കണ്ണുനീരും നിന്റെ ദുഃഖവും നിന്റെ ദുരിതവും സന്തോഷങ്ങളും എല്ലാം ക്രിസ്തുവിൽ തന്നെ സമർപ്പിക്കുക. അപ്പോൾ അവൻ നിന്നോട് പറയും, മകനേ, മകളേ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് രോഗികളോട് യേശു തമ്പുരാന്റെ ഹൃദയം എങ്ങനെയെന്നറിയാമോ? യേശു രോഗികളെ കണ്ടപ്പോൾ അവൻ കരുണ കൊണ്ട് നിറഞ്ഞു. അവൻ സ്പർശിച്ചു, അവൻ അവരെ സുഖപ്പെടുത്തി. ഇന്ന് അവൻ നമ്മെ സ്പർശിക്കുന്നത് വചനത്തിലൂടെ, വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, തിരുവചന ധ്യാനത്തിലൂടെ. ഈ തിരുവചനത്തിലെ പ്രത്യാശയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ വേദന വെറുതെയല്ല കുഞ്ഞി, നിന്റെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട് കുഞ്ഞി, നിന്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് കുഞ്ഞി, നീ അത് മനസ്സിലാക്കുക. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ബലഹീനതകളെ നീ ഏറ്റെടുത്തതിന് നന്ദി. ഞങ്ങളുടെ രോഗങ്ങളെ നീ ചുമന്നതിന് നന്ദി അപ്പ. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ശക്തരാക്കണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. നിന്റെ വചനത്തിൽ തന്നെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ തമ്പുരാനെ അടിയങ്ങൾക്കായി പ്രദാനം ചെയ്യണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.